Hi dears, welcome back to aplusnotebook. Standard 9 Social Science ഫസ്റ്റിൻ്റെ 5th ചാപ്റ്ററായ സൊസൈറ്റി ആൻഡ് എക്കണോമി ഇൻ മിഡീവൽ ഇന്ത്യയാണ് നമ്മൾ പഠിച്ചുകൊണ്ടിരുന്നത്. കഴിഞ്ഞ ക്ലാസ്സിൽ നമ്മൾ അഗ്രികൾച്ചർ പ്രോഗ്രസ് ഇൻ മിഡീവൽ ഇന്ത്യ, ഹാൻഡി വർക്ക് ആൻഡ് ഹാൻഡിക്രാഫ്റ്റ് ഇത്രയും കാര്യങ്ങളാണ് പഠിച്ചത്. അപ്പോൾ ഫസ്റ്റ് പാർട്ട് വീഡിയോ കാണാത്തവരുണ്ടെങ്കിൽ വീഡിയോ കാണുക, ലിങ്ക് ഡിസ്ക്രിപ്ഷനിൽ കൊടുത്തേക്കാം. സോ ഇന്ന് നമ്മൾ ഡിസ്കസ് ചെയ്യാനായിട്ട് പോകുന്നത് ട്രേഡ് ആൻഡ് കൊമേഴ്സിനെ പറ്റിയാണ്. മിഡീവൽ ഇന്ത്യയിൽ ഇന്ത്യയുമായി വ്യാപാരത്തിൽ ഏർപ്പെട്ട പ്രധാന രാജ്യങ്ങൾ ഏതൊക്കെയാണെന്ന് നമുക്ക് നോക്കാം. നെയിം ദ മേജർ കൺട്രീസ് ദാറ്റ് ഹാഡ് ട്രേഡ് റിലേഷൻ വിത്ത് ഇന്ത്യ ഡ്യൂറിംഗ് മിഡീവൽ പീരീഡ്. സുമാത്ര ആൻഡ് ജാവ, പേർഷ്യ അതായത് ഇപ്പോഴത്തെ ഇറാനാണ്, ഹോളണ്ട്, ഇംഗ്ലണ്ട്, ചൈന, പോർച്ചുഗൽ, ഫ്രാൻസ്. അടുത്തതായിട്ട് നമുക്ക് ടെക്സ്റ്റ് ബുക്കിൽ ഒരു ക്വസ്റ്റ്യൻ നൽകിയിട്ടുണ്ട്. അപ്പോൾ ഇപ്പോൾ പറഞ്ഞ ഈ കൺട്രീസിനെ വേൾഡ് മാപ്പിൽ ലേബൽ ചെയ്യാനാണ് പറഞ്ഞേക്കുന്നത്. അപ്പം നമ്മളത് ഇവിടെ ചെയ്തിട്ടുണ്ട്, നിങ്ങളത് നോക്കുക. അടുത്തയായിട്ട് റൈറ്റ് എ ഷോർട്ട് നോട്ട് ഓൺ ഇന്ത്യസ് ട്രേഡ് റിലേഷൻ വിത്ത് ഫോറിൻ കൺട്രീസ് ഡ്യൂറിങ് മിഡീവൽ പീരീഡ്. മിഡീവൽ പീരീഡിൽ ഇന്ത്യക്ക് വിദേശ രാജ്യങ്ങളുമായിട്ട് വാണിജ്യ ബന്ധങ്ങൾ ഉണ്ടായിരുന്നു. ഇതിനെപ്പറ്റി ഒരു കുറിപ്പ് തയ്യാറാക്കാനാണ് അടുത്ത ചോദ്യം. ഇന്ത്യ ഹാഡ് ഇൻലാൻഡ് ആൻഡ് മാരിടൈം ട്രേഡ് റിലേഷൻ വിത്ത് ഫോറിൻ കൺട്രീസ്. ഇന്ത്യക്ക് വിദേശ രാജ്യങ്ങളുമായി കരവഴിയും കടൽ വഴിയും വാണിജ്യ ബന്ധങ്ങൾ ഉണ്ടായിരുന്നു. The two major inland trade routes were from Lahore in the present Pakistan to Kabul in the present Afghanistan and from Multan in the present Pakistan to Kandahar in the present Afghanistan. ഇവയിൽ രണ്ട് പ്രധാന കരവഴിയുള്ള വാണിജ്യ മാർഗങ്ങളായിരുന്നു. ഒന്നെന്ന് പറഞ്ഞാൽ ലാഹോറിൽ നിന്ന് കാബൂളിലേക്കും മറ്റൊന്ന് മുൾത്താനിൽ നിന്ന് കാണ്ഡഹാറിലേക്കും. The maritime trade was also known as coastal line trade. കടൽ വഴിയുള്ള വാണിജ്യത്തെ തീരദേശ വാണിജ്യം എന്നും അറിയപ്പെട്ടിരുന്നു. കാംബെ, ബ്രോച്ച്, സൂററ്റ്, ഗോവ, നാഗപട്ടണം, മസൂലിപ്പട്ടണം, കോഴിക്കോട് ആൻഡ് കൊല്ലം വെയർ ദ മേജർ പോർട്ട്സ്. പ്രധാനപ്പെട്ട തുറമുഖങ്ങളായിരുന്നു കാംബെ, ബ്രോച്ച്, സൂറത്ത്, ഗോവ, നാഗപട്ടണം, മസൂലിപ്പട്ടണം, കോഴിക്കോട്, കൊല്ലം. അടുത്തതായിട്ട് നമുക്ക് ടെക്സ്റ്റ് ബുക്കിൽ തന്നിരിക്കുന്ന ഒരു ക്വസ്റ്റ്യൻ ആണ്. മാർക്ക് ദ മേജർ മിഡീവൽ പോർട്ട്സ് ഇൻ ദ മാപ്പ് ഓഫ് ഇന്ത്യ ആൻഡ് ഐഡന്റിഫൈ ദ സ്റ്റേറ്റ്സ് വെയർ ദേ ആർ സിറ്റുവേറ്റഡ് നൗ. മധ്യകാലത്തെ പ്രധാന തുറമുഖങ്ങൾ കണ്ടെത്തി ഇന്ത്യയുടെ ഭൂപടത്തിൽ അടയാളപ്പെടുത്താനാണ് പറഞ്ഞിരിക്കുന്നത്. ഇന്നവ ഏതൊക്കെ സംസ്ഥാനങ്ങളിലാണ് സ്ഥിതി ചെയ്യുന്നതെന്നും ചോദിച്ചിട്ടുണ്ട്. അപ്പം ബ്രോച്ച് ഇന്നത്തെ ഗുജറാത്തിലാണ് സ്ഥിതി ചെയ്യുന്നത്, സൂററ്റ് ഗുജറാത്ത്, ഗോവ ഗോവയിൽ തന്നെ, നാഗപട്ടണം തമിഴ്നാട്ടിലാണ്, മസൂലിപ്പട്ടണം ആന്ധ്രാപ്രദേശ്, കോഴിക്കോട് ആൻഡ് കൊല്ലം ഇൻ കേരള. അപ്പോൾ ഇത് നിങ്ങൾ ഇന്ത്യയുടെ മാപ്പിൽ മാർക്ക് ചെയ്യുക കൂടി വേണം. മിഡീവൽ ഇന്ത്യയിലെ പ്രധാന കച്ചവട വിഭാഗങ്ങളും അവർ ഏർപ്പെട്ടിരുന്ന മേഖലയാണ് അടുത്തതായിട്ട് നമ്മൾ നോക്കാൻ പോകുന്നത്. ദ മേജർ ട്രേഡ് ഗ്രൂപ്പ്സ് ആൻഡ് ദ ഡൊമൈൻസ് ഓഫ് ദെയർ ഇൻഫ്ലുവൻസ് ഇൻ മിഡീവൽ പീരീഡ്. ട്രേഡ് ഗ്രൂപ്പ്സിനെ രണ്ടായിട്ട് ക്ലാസിഫൈ ചെയ്തിട്ടുണ്ട്. ഫസ്റ്റ് ക്ലാസിഫിക്കേഷനിൽ വരുന്നതാണ് മാർവാഡീസ് ആൻഡ് ഗുജറാത്തീസ്. അവർ കോസ്റ്റൽ ലൈൻ ട്രേഡിലാണ് ഏർപ്പെട്ടിരുന്നത്, അതായത് തീരദേശ വാണിജ്യം. നെക്സ്റ്റ് മുൾത്താൻസ് ആൻഡ് ഖുറാസാനീസ്. ഇവര് ഇൻലാൻഡ് ട്രേഡ് കരവഴിയുള്ള വാണിജ്യത്തിലാണ് ഏർപ്പെട്ടിരുന്നത്. മിഡീവൽ ഇന്ത്യയിൽ പ്രധാനമായും കയറ്റുമതി ചെയ്തിരുന്ന സാധനങ്ങൾ എന്തൊക്കെയാണെന്ന് നമുക്ക് നോക്കാം. മേജർ എക്സ്പോർട്ട് ഐറ്റംസ് ഡ്യൂറിങ് മിഡീവൽ പീരീഡ്: കോട്ടൺ ഫാബ്രിക്സ് പരുത്തി തുണിത്തരങ്ങൾ, ഇൻഡിഗോ നീലം, സോൾട്ട് ഉപ്പ്, ഷുഗർ പഞ്ചസാര. ഇനി എന്തൊക്കെ സാധനങ്ങളാണ് പ്രധാനമായി ഇറക്കുമതി ചെയ്തതെന്ന് നോക്കാം. മേജർ ഇമ്പോർട്ട് ഐറ്റംസ് ഡ്യൂറിങ് മിഡീവൽ പീരീഡ്: മെറ്റൽസ് ലോഹങ്ങൾ, ലെതർ തുകൽ, വെൽവെറ്റ്, ഡ്രൈ ഫ്രൂട്ട്സ് ഉണങ്ങിയ പഴങ്ങൾ, ഹോഴ്സ് കുതിരകൾ. ഇവയൊക്കെയായിരുന്നു മിഡീവൽ ഇന്ത്യയിൽ പ്രധാനമായിട്ട് ഇറക്കുമതി ചെയ്തിരുന്നത്. ഓൾറെഡി നമ്മൾ പറഞ്ഞു മിഡീവൽ ഇന്ത്യയിലെ പ്രധാന ഇറക്കുമതികളിൽ ഒന്നാണ് കുതിരകൾ. അറബികൾ വഴിയാണ് മധ്യേഷ്യൻ രാജ്യങ്ങളിൽ നിന്ന് കുതിരകളെ ഇന്ത്യയിലേക്ക് ഇറക്കുമതി ചെയ്തിരുന്നത്. കുതിരകളെ കച്ചവടം ചെയ്തിരുന്നവർ ദക്ഷിണേന്ത്യയിൽ കുതിരച്ചെട്ടികൾ എന്ന പേരിലാണ് അറിയപ്പെട്ടിരുന്നത്. ഹൂ വെയർ കുതിരച്ചെട്ടീസ്? ദ അറബ്സ് വെയർ ദ മിഡിൽ മെൻ ഇൻ ദ ഇമ്പോർട്ട് ഓഫ് ഹോഴ്സ് ഫ്രം സെൻട്രൽ ഏഷ്യ. ഇൻ സൗത്ത് ഇന്ത്യ ദ ഹോഴ്സ് ട്രേഡേഴ്സ് വെയർ നോൺ ആസ് കുതിരച്ചെട്ടീസ്.
ഹൗ ദ അറബ്സ് ലോസ് ദെയർ അപ്പർ ഹാൻഡ് ഇൻ ഹോഴ്സ് ട്രേഡ്സ്. കുതിര കച്ചവടത്തിൽ അറബികൾക്ക് അവരുടെ സ്ഥാനം നഷ്ടപ്പെട്ടത് എങ്ങനെയാണ്? വിത്ത് ദ അറൈവൽ ഓഫ് ദ പോർച്ചുഗീസ് ദ അറബ്സ് ലോസ് ദെയർ ഇൻഫ്ലുവൻസ് ഓവർ ദിസ് ട്രേഡ് ആൻഡ് ദ പോർച്ചുഗീസ് ഗെയിൻ ദ അപ്പർ ഹാൻഡ്. പോർച്ചുഗീസുകാരുടെ വരവോടുകൂടി അറബികൾ പിന്തള്ളപ്പെടുകയും അവരുടെ സ്ഥാനം പോർച്ചുഗീസുകാർ കൈയടക്കുകയും ചെയ്തു. പോർച്ചുഗീസുകാരുടെ വരവാണ് അറബികളെ പിന്തള്ളപ്പെടാൻ കാരണമായത്. What led to the direct trade between India and Europe? Prepare a note. ഇന്ത്യയും യൂറോപ്പും തമ്മിൽ നേരിട്ടുള്ള കച്ചവടത്തിന് തുടക്കം കുറിച്ചത് എന്താണ്? The direct trade between India and Europe began with the arrival of Vasco da Gama at Calicut in 1498. 1498 വാസ്കോ ഡ ഗാമ കോഴിക്കോട് എത്തിയതോടുകൂടിയാണ് ഇന്ത്യയും യൂറോപ്പും തമ്മിൽ നേരിട്ടുള്ള കച്ചവടത്തിന് തുടക്കം കുറിച്ചത്. The Dutch, the English and the French landed in India for trade following the Portuguese. പോർച്ചുഗീസുകാരെ പിന്തുടർന്ന് ഡച്ചുകാരും ഇംഗ്ലീഷുകാരും ഫ്രഞ്ചുകാരും കച്ചവടത്തിനായി ഇന്ത്യയിലെത്തി. The chief items they collected from India were spices, fabric, indigo, sugar and salt. സുഗന്ധദ്രവ്യങ്ങൾ, തുണിത്തരങ്ങൾ, നീലം, പഞ്ചസാര, ഉപ്പ് തുടങ്ങിയവയായിരുന്നു ഇന്ത്യയിൽ നിന്ന് പ്രധാനമായി അവർ ശേഖരിച്ചത്. The major shift in the trade relation was the mutual rivalry among the converted India as a ground for the imperialist wars. മുൻകാല വാണിജ്യത്തിൽ നിന്ന് ഇക്കാലത്തുണ്ടായ പ്രധാന മാറ്റം യൂറോപ്യർ കച്ചവട കുത്തകയ്ക്ക് വേണ്ടി പരസ്പരം മത്സരിക്കുകയും ഇന്ത്യയെ സാമ്രാജ്യത്വ യുദ്ധങ്ങൾക്ക് വേദിയാക്കുകയും ചെയ്തു എന്നതായിരുന്നു. It was the English who emerged as the winners in the competition. അവസാനം ഈ മത്സരത്തിൽ വിജയം നേടിയത് ഇംഗ്ലീഷുകാരാണ്. നെക്സ്റ്റ് നമുക്കൊരു ക്വസ്റ്റ്യൻ നൽകിയിട്ടുണ്ട്. ഡിസ്കസ് ദ റോൾ ഓഫ് ദ ഗവൺമെന്റ് ഇൻ ദ പ്രൊമോഷൻ ഓഫ് മിഡീവൽ ട്രേഡ് ആൻഡ് കൊമേഴ്സ്. മധ്യകാല വാണിജ്യത്തിന്റെ പുരോഗതിയിൽ ഭരണകൂടം വഹിച്ച പങ്ക് ചർച്ച ചെയ്യുക. കച്ചവട പുരോഗതിക്കായി ഭരണാധികാരികൾ വിവിധ നടപടികൾ സ്വീകരിച്ചിരുന്നു. കൺസ്ട്രക്റ്റഡ് റോഡ്സ് കണക്ടിംഗ് മേജർ സിറ്റീസ്. പ്രധാന നഗരങ്ങളെ ബന്ധിപ്പിച്ചുകൊണ്ട് റോഡുകൾ നിർമ്മിച്ചു. ഗ്രാൻഡഡ് ലോൺസ് ടു ട്രേഡേഴ്സ്. കച്ചവടക്കാർക്ക് വായ്പകൾ നൽകി. കൺസ്ട്രക്റ്റഡ് സാരായ്സ്, റെസ്റ്റ് ഹൗസസ്, അതായത് വിശ്രമ കേന്ദ്രങ്ങൾ അവർ പണിതു. ഇംപ്ലിമെന്റഡ് യൂണിഫോം ടാക്സേഷൻ. ഒരു ഏകീകൃത നികുതി സമ്പ്രദായം നടപ്പിലാക്കി. പോസ്റ്റൽ ഫെസിലിറ്റീസ് വെയർ മെയ്ഡ് എഫിഷ്യന്റ്. തപാൽ സംവിധാനം കാര്യക്ഷമമാക്കി. ഇംപ്ലിമെന്റഡ് എഫിഷ്യന്റ് കോയിനേജ് സിസ്റ്റം. കാര്യക്ഷമമായ നാണയ സംവിധാനവും നടപ്പിലാക്കി. ഇവയൊക്കെയാണ് മിഡീവൽ ഇന്ത്യയിലെ കച്ചവട പുരോഗതിക്കായിട്ട് റൂളേഴ്സ് നടപ്പിലാക്കിയ മെഷേഴ്സ്. Prepare a note on the coinage system existed in medieval India. മധ്യകാല ഇന്ത്യയിൽ നിലനിന്നിരുന്ന കോയിനേജ് സിസ്റ്റത്തിനെ കുറിച്ചൊരു നോട്ട് തയ്യാറാക്കുക. ആൻഡ് എഫിഷ്യന്റ് കോയിനേജ് എക്സിസ്റ്റഡ് ഇൻ ദ സുൽത്താനേറ്റ് പീരീഡ്. സുൽത്താനേറ്റ് പീരീഡിൽ വളരെ കാര്യക്ഷമമായ ഒരു കോയിനേജ് സിസ്റ്റം, അതായത് നാണയ വ്യവസ്ഥ നിലനിന്നിരുന്നു. തങ്ക, ദ സിൽവർ കോയിൻ ആൻഡ് ജിതൽ, ദ കോപ്പർ കോയിൻ വെയർ ഇൻ യൂസ് അറ്റ് ദാറ്റ് ടൈം. അക്കാലത്ത് നിലവിലുണ്ടായിരുന്ന കോയിനുകളാണ് വെള്ളി നാണയമായ തങ്ക, ചെമ്പ് നാണയമായ ജിതൽ. ഷെർഷാ മെയ്ഡ് ഡ്രാസ്റ്റിക് റിഫോംസ് ഇൻ കോയിനേജ്. നാണയ വ്യവസ്ഥയിൽ ഷേർഷ കാര്യമായ പരിഷ്കരണങ്ങൾ കൊണ്ടുവന്നിരുന്നു. ദ റുപ്പി, എ സിൽവർ കോയിൻ ഹി ഇൻട്രൊഡ്യൂസ്ഡ്, സർവൈവ്ഡ് ഫോർ ലോങ്. അദ്ദേഹം പ്രചാരത്തിലാക്കിയ വെള്ളി നാണയമായ റുപ്പി ദീർഘകാലം നിലനിന്നിരുന്നു. Emperor Akbar issued the silver coin called Jalali and the gold coin called Ilahi. വെള്ളി നാണയമായ ജലാലിയും സ്വർണ്ണ നാണയമായ ഇലാഹിയും അക്ബർ ചക്രവർത്തി പുറത്തിറക്കിയവയാണ്. അപ്പം നമുക്കിവിടെ ചിത്രം നൽകിയിട്ടുണ്ട്. മധ്യകാല ഇന്ത്യയിൽ പ്രചാരത്തിലുണ്ടായിരുന്ന നാണയങ്ങളാണ് ഇവിടെ നൽകിയിരിക്കുന്നത്. ഉല്ലൂക്ക് ആൻഡ് ദാവ. ഇന്ത്യയിൽ നിലവിലുണ്ടായിരുന്ന 2 തരം തപാൽ സമ്പ്രദായങ്ങളായിരുന്നു ഉല്ലൂക്കും ദാവയും. കുതിരകളെ ഉപയോഗിച്ച് തപാലുകൾ കൈമാറിയതിനെയാണ് ഉല്ലൂക്ക് എന്നറിയപ്പെടുന്നത്. കാൽനടയായുള്ള തപാൽ സമ്പ്രദായമാണ് ദാവ. ഇതിൽ ഓരോ മൈലിലും 3 വീതം കേന്ദ്രങ്ങൾ ഉണ്ടായിരുന്നു. ഉല്ലൂക്ക് ആൻഡ് ദാവ were the postal system that prevailed in India. For carrying post, horses and foot runners were used in Ulluk and Dava respectively. There were 3 collection and distribution centers within a distance of 1 mile.
അടുത്തതായിട്ട് നമ്മൾ നോക്കാൻ പോകുന്നത് ദ സിറ്റീസ് ഇൻ മിഡീവൽ ഇന്ത്യ, മധ്യകാല ഇന്ത്യയിലെ നഗരങ്ങളെ കുറിച്ചിട്ടാണ് പഠിക്കാൻ പോകുന്നത്. In the earlier period, majority of the inhabitants in the cities were the kings, Brahmins and the soldiers. നേരത്തെ രാജാക്കന്മാരും ബ്രാഹ്മണരും പട്ടാളക്കാരുമായിരുന്നു നഗരത്തിലെ പ്രധാന ജനവിഭാഗങ്ങൾ. The urban population rapidly increased during the medieval period. മധ്യകാലഘട്ടത്തിൽ നഗര ജനസംഖ്യയിൽ വലിയൊരു വർധനവുണ്ടായി. The major cities were Agra, Lahore, Delhi, Khandesh, Ahmedabad, ധാക്ക, ദൗലതാബാദ് ആൻഡ് ബനാറസ്. അപ്പൊ ഇവയൊക്കെയായിരുന്നു മിഡീവൽ ഇന്ത്യയിലെ പ്രധാനപ്പെട്ട നഗരങ്ങൾ. What were the factors that facilitated the growth of medieval Indian cities and population? മധ്യകാല ഇന്ത്യയിലെ നഗരങ്ങളുടെയും ജനസംഖ്യകളുടെയും വളർച്ചയെ സഹായിച്ച ഫാക്ടേഴ്സ്, ഘടകങ്ങൾ എന്തെല്ലാമായിരുന്നു? അഗ്രികൾച്ചറൽ ആൻഡ് കൊമേഴ്ഷ്യൽ പ്രോഗ്രസ് ആക്സിലറേറ്റഡ് ദ ഗ്രോത്ത് ഓഫ് സിറ്റീസ്. ഒന്നാമത്തെ കാര്യം എന്താണ്? മധ്യകാല ഇന്ത്യയിൽ കാർഷിക വാണിജ്യ പുരോഗതി നഗരങ്ങളുടെ വളർച്ചയെ ത്വരിതപ്പെടുത്തി. ഡ്യൂറിംഗ് ദ സുൽത്താനേറ്റ് പീരീഡ്, ഡിഫറെന്റ് സെക്ഷൻസ് ഓഫ് പീപ്പിൾ ഇൻക്ലൂഡിംഗ് കുക്സ്, വീവേഴ്സ് ആൻഡ് ലെതർ ക്രാഫ്റ്റ്മാൻ മൈഗ്രേറ്റഡ് ടു ദ സിറ്റീസ്. സുൽത്താനേറ്റ് പീരീഡില് തുകൽ പണിക്കാർ, പാചകക്കാർ, നെയ്ത്തുകാർ മുതലായ വിവിധ വിഭാഗങ്ങളിലെ ആൾക്കാർ നഗരത്തിലേക്ക് കുടിയേറി. The rulers brought a large number of slaves captured from battles to cities. Subsequently, the urban population went up. അതേപോലെ തന്നെ യുദ്ധത്തിൽ വിജയം നേടിയ ഭരണാധികാരികൾ യുദ്ധങ്ങളിൽ പിടിച്ചെടുത്ത അടിമകളെ ധാരാളമായി നഗരങ്ങളിലേക്ക് കൊണ്ടുവന്നു. ഇത് നഗര ജനസംഖ്യ വർദ്ധിക്കാൻ ഇടയാക്കി. What empowered the village economy in medieval India? മധ്യകാല ഇന്ത്യയിലെ ഗ്രാമീണ സമ്പദ് വ്യവസ്ഥയെ ശക്തിപ്പെടുത്തിയത് എന്താണ്? The demand for the product increased with the growth of urban population. നഗരത്തിലെ ജനസംഖ്യയിലെ വർധനവിനനുസരിച്ച് ഉൽപ്പന്നങ്ങളുടെ ആവശ്യകതയും കൂടി വന്നു. The cities had to depend extensively on the product from villages. അപ്പം നഗരങ്ങൾക്ക് ഗ്രാമീണ ഉൽപ്പന്നങ്ങളെ ഏറെ ആശ്രയിക്കേണ്ടി വന്നു. വില്ലേജസ് വേർ ദ മേജർ പ്രൊഡക്ഷൻ സെന്റേഴ്സ്. ഗ്രാമങ്ങളായിരുന്നു പ്രധാന ഉൽപാദന കേന്ദ്രങ്ങൾ. ഇറ്റ് എംപവേർഡ് ദ വില്ലേജ് എക്കോണമി. ഇതാണ് ഗ്രാമീണ സമ്പദ് വ്യവസ്ഥയെ ശക്തിപ്പെടുത്തിയത്. അപ്പൊ അത്രയും ക്ലിയർ ആയല്ലോ. അടുത്തതായിട്ട് നമ്മൾ നോക്കാൻ പോകുന്നത് മിഡീവൽ ഇന്ത്യൻ സൊസൈറ്റിയെ പറ്റിയാണ്. അപ്പൊ ഇതുവരെ നമ്മൾ ഡിസ്കസ് ചെയ്തുകൊണ്ടിരുന്നത് മിഡീവൽ ഇന്ത്യയിലെ സാമ്പത്തിക സ്ഥിതിയെ കുറിച്ചാണ്. ഇനി അക്കാലത്തെ സാമൂഹിക സാഹചര്യങ്ങൾ എന്തൊക്കെയാണെന്ന് നമുക്ക് നോക്കാം. Which were the three social strata apparent in medieval India? മധ്യകാല ഇന്ത്യൻ സമൂഹത്തിൽ നിലനിന്നിരുന്ന 3 തട്ടുകൾ ഏതൊക്കെയാണെന്നാണ് ചോദിച്ചിരിക്കുന്നത്. മിഡീവൽ ഇന്ത്യൻ സൊസൈറ്റിയെ 3ആയിട്ട് തിരിച്ചിരുന്നു. അപ്പർ ക്ലാസ്, മിഡിൽ ക്ലാസ്, ലോവർ ക്ലാസ്. അപ്പർ ക്ലാസ്സിൽ വരുന്നതാണ് കിങ്സ് ആൻഡ് ലോർഡ്സ്, രാജാക്കന്മാരും പ്രഭുക്കന്മാരും. മിഡിൽ ക്ലാസ്സിൽ ആരൊക്കെയാണ്? മൻസബ്ദാർസ് ആൻഡ് ട്രേഡേഴ്സ്, ചെറുകിട മൻസബ്ദാർമാരും കച്ചവടക്കാരും. നെക്സ്റ്റ് ലോവർ ക്ലാസ്, ഫാമേഴ്സ്, ക്രാഫ്റ്റ്മെൻ ആൻഡ് സ്ലേവ്സ്, കൃഷിക്കാര്, കരകൗശല പണിക്കാർ, അടിമകൾ തുടങ്ങിയവരാണ് താഴ്ന്ന വിഭാഗമായ ലോവർ ക്ലാസ്സിൽ ഉൾപ്പെടുന്നത്. The common mass struggled with a pathetic life during the medieval period. Justify. മിഡീവൽ പീരീഡിൽ സാധാരണ ജനങ്ങളുടെ ജീവിതം വളരെ ദുരിതപൂർണമായിരുന്നു. മെജോറിറ്റി ഓഫ് ദ പീപ്പിൾ വെയർ ഫാമേഴ്സ്. ജനങ്ങളിൽ ഭൂരിഭാഗവും കർഷകരായിരുന്നു. വെൻ ലാൻഡ് ലോർഡ്സ് ലീവ്ഡ് ലക്ഷൂറിയസ്ലി, ദ കോമൺ മാസ് ഹാഡ് ടു സ്ട്രഗിൾ വിത്ത് എ പത്തറ്റിക് ലൈഫ്. ഭൂ ഉടമകൾ ആഡംബരമായ ജീവിതം നയിച്ചപ്പോൾ ഭൂരിപക്ഷം വരുന്ന സാധാരണ കർഷകരുടെ ജീവിതം ദുരിതപൂർണമായിരുന്നു. ദേ വെയർ ബർഡൻഡ് ബൈ എക്സസീവ് ടാക്സ്. അതുപോലെ തന്നെ അമിതമായ നികുതി അവരുടെ മേലെ ചുമത്തിയിരുന്നു. മെജോറിറ്റി ഓഫ് ദ ഫാർമേഴ്സ് കുഡ് നോട്ട് ഓൺ ലാൻഡ്, ഓക്സൺ ആൻഡ് പ്ലോ. സ്വന്തമായി ഭൂമിയും കാളയും കലപ്പയും ഒന്നും തന്നെ ഇല്ലാത്തവരായിരുന്നു ബഹുഭൂരിപക്ഷം കർഷകരും. മിഡീവൽ പീരീഡിൽ 2 ടൈപ്പ് കർഷകരാണ് ഉണ്ടായിരുന്നത്. അപ്പൊ അത് ഏതൊക്കെയാണെന്ന് നോക്കാം. പെസൻസ് 2 തരമായിരുന്നു. ഖുദ് കഷ്ത ആൻഡ് പാഹി കഷ്ത. ഖുദ് കഷ്ത എന്ന് പറഞ്ഞാൽ ദേ ഓൺഡ് ഫാം ലാൻഡ്സ്. അവർക്ക് സ്വന്തമായിട്ട് കൃഷിയിടങ്ങൾ ഉണ്ടായിരുന്നു. ഫാംഡ് വിത്ത് ഹെൽപ്പ് ഓഫ് ഫാമിലി മെമ്പേഴ്സ്. കുടുംബത്തോടൊപ്പമാണ് അവർ കൃഷി ചെയ്തിരുന്നത്. ലേബറേഴ്സ് വെയർ എൻഗേജ്ഡ് ഇഫ് നീഡ്. ആവശ്യമുണ്ടെങ്കിൽ അവർ കൂലിക്കാരെ ഉപയോഗിച്ചും കൃഷി ചെയ്തിരുന്നു. എന്നാൽ
മറ്റുള്ളവരുടെ കൃഷിഭൂമിയിൽ കൃഷി ചെയ്തിരുന്നവരെയാണ് പാഹി കഷ്ത എന്നറിയപ്പെടുന്നത്. പാഹി കഷ്ത കൾട്ടിവേറ്റഡ് ഇൻ ദ ഫാംലാൻഡ് ഓഫ് അതേഴ്സ്. The Zamindars were the dominant class in the agriculture sector during the Mughal period. Justify. മുഗൾ കാലഘട്ടത്തിലെ കാർഷിക രംഗത്തെ പ്രബല വിഭാഗമായിരുന്നു സമീന്ദാരുകൾ. വിശദീകരിക്കുക. The Zamindars were the dominant class in the agricultural sector during the Mughal period. മിഡീവൽ പീരീഡിലെ കാർഷിക രംഗത്തെ പ്രബല വിഭാഗമായിരുന്നു സമീന്ദാർസ്. They were the owners of vast agricultural field. വിശാലമായ കൃഷിയിടങ്ങളുടെ ഉടമകളായിരുന്നു സമീന്ദാരുകൾ. They did not cultivate directly. എന്നാൽ അവർ നേരിട്ട് കൃഷിയൊന്നും നടത്തിയിരുന്നില്ല. They used others to cultivate. മറ്റുള്ളവരെ ഉപയോഗിച്ചാണ് അവർ കൃഷി ചെയ്തിരുന്നത്. They enjoyed high position in the society and collected tax from peasants on behalf of the rulers. സമൂഹത്തിൽ ഉന്നത സ്ഥാനം അനുഭവിച്ചിരുന്ന സമീന്ദാർമാർ ഭരണാധികാരികൾക്ക് വേണ്ടി നികുതി പിരിച്ചിരുന്നു. They maintained their own castles and troops. അവർക്ക് സ്വന്തമായി കോട്ടയും സൈനികരും ഒക്കെ ഉണ്ടായിരുന്നു. The Zamindars who belonged to high caste were known as Deshamukh, Patil and Naik. ഉന്നത ജാതിയിൽപ്പെട്ട സമീന്ദാർമാർ ഇന്ത്യയുടെ വിവിധ ഭാഗങ്ങളിൽ ദശ്മുഖ്, പാട്ടീൽ, നായിക് എന്നീ പേരുകളിലൊക്കെ അറിയപ്പെട്ടു. അടുത്തതായിട്ട് നമുക്ക് ടെക്സ്റ്റ് ബുക്കിൽ ഒരു ക്വസ്റ്റ്യൻ നൽകിയിട്ടുണ്ട്. ദ മിഡീവൽ പീരീഡ് വാസ് പ്ലാഗ്ഡ് വിത്ത് ഇൻഇക്വാലിറ്റീസ്. അനലൈസ് ദ സ്റ്റേറ്റ്മെന്റ്. മധ്യകാല ഇന്ത്യൻ സമൂഹം അസമത്വം നിറഞ്ഞതായിരുന്നു. പ്രസ്താവന വിശകലനം ചെയ്യുക. മിഡീവൽ ഇന്ത്യൻ സമൂഹത്തെ മൂന്നായിട്ട് തരംതിരിച്ചിരുന്നു. അപ്പർ ക്ലാസ്, മിഡിൽ ക്ലാസ്, ലോവർ ക്ലാസ്. 3 social strata were apparent in medieval India. They were the upper class, middle class and the lower class. ജനങ്ങളിൽ ഭൂരിഭാഗവും കർഷകരായിരുന്നു. വളരെ ആഡംബരമായ ജീവിതം ഭൂ ഉടമകൾ നയിച്ചപ്പോൾ വളരെ ദുരിതപൂർണമായ ജീവിതമാണ് കർഷകർ നയിച്ചത്. കൂടാതെ തന്നെ അവരുടെ മുകളിൽ അമിതമായ നികുതി ഭാരവും ചുമത്തിയിരുന്നു. Majority of the people were farmers. When the landlords lived luxuriously, the common mass had to struggle with a pathetic life. They were burdened by excessive tax. The peasants were divided into 2 types. കർഷകരെ 2 വിഭാഗങ്ങളായിട്ട് ഡിവൈഡ് ചെയ്തിരുന്നു. ഒന്നെന്ന് പറഞ്ഞാൽ ഖുദ് കഷ്ത്. അവരെന്താണ്? സ്വന്തമായി കൃഷിയിടങ്ങൾ ഉള്ളവരായിരുന്നു. അടുത്തത് പാഹി കഷ്ത്. അവർ മറ്റുള്ളവരുടെ കൃഷിഭൂമിയിൽ കൃഷി ചെയ്തത്. The Zamindars were the dominant class in the agricultural sector during the Mughal period. They were the owners of vast agricultural fields. They enjoyed high position in the society and collected tax from peasants on behalf of the rulers. മിഡീവൽ പീരീഡിൽ കാർഷിക രംഗത്ത് വളരെ പ്രബല വിഭാഗമായിരുന്നു സമീന്ദാരുകൾ. അവർ നേരിട്ട് കൃഷിയൊന്നും തന്നെ നടത്തിയിരുന്നില്ല. സമൂഹത്തിൽ ഉന്നത സ്ഥാനം അനുഭവിച്ചിരുന്ന സമീന്ദാരുകൾ ഭരണാധികാരികൾക്ക് വേണ്ടി നികുതി വിധിച്ചിരുന്നു. The travelogues of the medieval period record that slavery had prevailed in India. Substantiate. മിഡീവൽ ഇന്ത്യൻ സമൂഹത്തിൽ അടിമ സമ്പ്രദായം നിലനിന്നിരുന്നതായി അക്കാലത്ത് ഇന്ത്യ സന്ദർശിച്ച സഞ്ചാരികളുടെ കുറിപ്പുകളിൽ നിന്ന് നമുക്ക് മനസ്സിലാക്കാം. Ibn Battuta, a traveler to India in the 14th century, revealed that he had bought horses, camels and slaves to present to Muhammad bin Tughlaq, the then ruler. 14ാം നൂറ്റാണ്ടിൽ ഇന്ത്യ സന്ദർശിച്ച ഇബ്നു ബത്തുത്ത അന്നത്തെ ഡൽഹി ഭരണാധികാരിയായ മുഹമ്മദ് ബിൻ തുഗ്ലക്കിന് സമ്മാനിക്കാൻ കുതിരകളെയും ഒട്ടകങ്ങളെയും അടിമകളെയും വാങ്ങിയതായി പറയുന്നുണ്ട്. He also states that the slaves in the courts excelled in music and dance. കൊട്ടാരത്തിലെ അടിമകൾ നൃത്തത്തിലും സംഗീതത്തിലും വളരെയധികം നിപുണരായിരുന്നു എന്നും അദ്ദേഹം രേഖപ്പെടുത്തിയിട്ടുണ്ട്. Markets exclusively for slave trade existed. ഇത് മാത്രമല്ല, അടിമകൾക്ക് വേണ്ടി പ്രത്യേകം അടിമ ചന്തകൾ തന്നെ അക്കാലത്തുണ്ടായിരുന്നു. മെജോറിറ്റി ഓഫ് ദ സ്ലേവ്സ് വെയർ ഡിറ്റൈനേഴ്സ് ഓഫ് ദ ബാറ്റിൽസ്. അടിമകളിൽ ഭൂരിഭാഗവും യുദ്ധ തടവുകാരായി പിടികൂടിയവരായിരുന്നു. ദേ വെയർ ഇമ്പോർട്ടഡ് ഫ്രം ആഫ്രിക്ക. ഇതിനു പുറമെ ആഫ്രിക്കൻ പ്രദേശത്തു നിന്നും അടിമകളെ ഇറക്കുമതിയും ചെയ്തിരുന്നു. അപ്പോൾ ഇത്രയുമാണ് അന്നത്തെ അടിമ സമ്പ്രദായത്തെ പറ്റി നമുക്ക് പറയാനുള്ളത്. പ്രിപ്പയർ എ നോട്ട് ഓൺ ദി കണ്ടീഷൻ ഓഫ് വുമൺ ഇൻ മിഡീവൽ ഇന്ത്യ. മധ്യകാല ഇന്ത്യയിലെ സ്ത്രീകളുടെ അവസ്ഥയെക്കുറിച്ചൊരു കുറിപ്പ് തയ്യാറാക്കാനാണ്. ചൈൽഡ് മാരേജ് ആൻഡ് ദ പ്രാക്ടീസ് ഓഫ് സതി പ്രിവൈൽഡ്. മിഡീവൽ ഇന്ത്യയിലെ ശൈശവ വിവാഹവും സതിയും നിലനിന്നിരുന്നു. റെസ്ട്രിക്ഷൻസ് ഫോർ റീമാരേജ്. പുനർവിവാഹത്തിന് നിയന്ത്രണങ്ങൾ ഉണ്ടായിരുന്നു. സിൻസ് ഗേൾസ് വെയർ മാരിഡ് അറ്റ് എ വെരി ടെൻഡർ ഏജ്, ദേ ഡിഡ് നോട്ട് ഗെറ്റ് ദ ഓപ്പർച്യൂണിറ്റി ഫോർ എഡ്യൂക്കേഷൻ.
പെൺകുട്ടികൾ വളരെ ചെറുപ്രായത്തിൽ തന്നെ വിവാഹിതരാകുന്നതിനാൽ അവർക്ക് വിദ്യാഭ്യാസത്തിനുള്ള അവസരമൊന്നും ലഭിച്ചിരുന്നില്ല. The role of women in agricultural and non-agricultural sectors was significant. കാർഷികേതര മേഖലകളിലെ സ്ത്രീകളുടെ പങ്ക് വളരെ പ്രധാനമായിരുന്നു. They involved themselves in all the stages of farming from sowing to harvesting. വിത്ത് വിതയ്ക്കുന്നത് മുതൽ കൊയ്യുന്നത് വരെയുള്ള കൃഷിയുടെ ഓരോ ഘട്ടത്തിലും അവർ പങ്കാളികളായിരുന്നു. They were engaged in weaving, pottery and embroidery too. ഇതുകൂടാതെ നൂൽപ്പ്, മണ്ണുപാത്ര നിർമ്മാണം, വസ്ത്രാലങ്കാരം തുടങ്ങിയ രംഗങ്ങളിലും അവർ പ്രവർത്തിച്ചു. There were several women who had adorned higher political and social position. Give example. ഇങ്ങനെയൊക്കെ ആയിരുന്നെങ്കിൽ പോലും ഉന്നത രാഷ്ട്രീയ സാമൂഹിക പദവി അലങ്കരിച്ച നിരവധി സ്ത്രീകൾ അക്കാലത്തുണ്ടായിരുന്നു. അതിന് കുറച്ച് എക്സാമ്പിൾസ് നമുക്ക് നോക്കാം. നൂർജഹാൻ, the wife of the Mughal emperor Jahangir, and Sultana Razia were excellent administrators. സുൽത്താന റസിയയും മുഗൾ ചക്രവർത്തിയായിരുന്ന ജഹാംഗീറിന്റെ ഭാര്യയായ നൂർജഹാനും ഭരണകാര്യങ്ങളിൽ കഴിവ് തെളിയിച്ച സ്ത്രീകളാണ്. ഗുൽബദാൻ ബീഗം, സിസ്റ്റർ ഓഫ് ഹുമയൂൺ, ജഹനാര, ഡോട്ടർ ഓഫ് ഷാജഹാൻ, and ജീജാഭായ്, the mother of Shivaji, were women who held higher positions. ഹുമയൂണിന്റെ സഹോദരിയായ ഗുൽബദാൻ ബീഗം, ഷാജഹാന്റെ മകളായ ജഹനാര, ശിവജിയുടെ മാതാവായ ജീജാഭായ് എന്നിവരും വിവിധ പദവികൾ വഹിച്ചിരുന്ന സ്ത്രീകളാണ്. കാസ്റ്റ് സിസ്റ്റം. അടുത്തിടെ നമ്മൾ നോക്കാൻ പോകുന്നത് മിഡീവൽ ഇന്ത്യയിലെ ജാതി വ്യവസ്ഥയെ പറ്റിയാണ്. മുഗൾ റൂളറായ ബാബർ അദ്ദേഹത്തിന്റെ ഓർമ്മക്കുറിപ്പായ ബാബർ നാമയിൽ മിഡീവൽ ഇന്ത്യയിൽ നിലനിന്നിരുന്ന ഒക്കുപേഷണൽ ഗ്രൂപ്പുകളെ പറ്റിയും കാസ്റ്റുകളെ പറ്റിയും ഒക്കെ പരാമർശിക്കുന്നുണ്ട്. ജാതികളെയും എന്താണ് അദ്ദേഹം പറയുന്നതെന്ന് നമുക്ക് നോക്കാം. Another feature of Hindustan was the abundance of skilled laborers in varied professions. ഹിന്ദുസ്ഥാനിലെ മറ്റൊരു സവിശേഷത വ്യത്യസ്ത തൊഴിലുകളിൽ പ്രാവീണ്യമുള്ള ധാരാളം തൊഴിലാളികൾ ഉണ്ടായിരുന്നു എന്നതാണ്. Those who engaged in each profession belonged to a separate caste. ഓരോ തൊഴിലിലും ഏർപ്പെട്ടിരുന്നവർ ഓരോ ജാതിയിൽ പെടുന്നവരായിരുന്നു. These professions were hereditary, handed down to the coming generations. പരമ്പരാഗതമായി ഈ തൊഴിലുകൾ പുതിയ തലമുറയിലേക്ക് കൈമാറ്റം ചെയ്യപ്പെട്ടു. Right about 680 merchants were engaged daily in the construction of my building at Agra. ആഗ്രയിലെ എന്റെ കെട്ടിട നിർമ്മാണ പ്രവർത്തനങ്ങളിൽ മാത്രം 680ഓളം കൽപ്പണിക്കാർ ദിനവും തൊഴിൽ ചെയ്തിരുന്നു. Just like this, there are innumerable occupational groups throughout Hindustan. ഇത്തരത്തിൽ ഹിന്ദുസ്ഥാന്റെ എല്ലായിടങ്ങളിലും എണ്ണമറ്റ തൊഴിൽ കൂട്ടങ്ങളുണ്ട്. ഇത് ബാബർ അദ്ദേഹത്തിന്റെ ഓർമ്മക്കുറിപ്പായ ബാബർ നാമയിൽ പരാമർശിച്ചിരിക്കുന്നതാണ്. അപ്പൊ ഇതിൽ നിന്ന് നമുക്ക് മനസ്സിലാക്കാം തൊഴിലിനെ അടിസ്ഥാനമാക്കിയാണ് അന്ന് ജാതി വിഭജനം നിലനിന്നിരുന്നതെന്ന്. പ്രിപ്പയർ എ നോട്ട് ഓൺ കാസ്റ്റ് സിസ്റ്റം പ്രിവൈൽഡ് ഇൻ മിഡീവൽ ഇന്ത്യ. മിഡീവൽ ഇന്ത്യയിൽ നിലനിന്നിരുന്ന ജാതി വ്യവസ്ഥയെ അടിസ്ഥാനപ്പെടുത്തി ഒരു കുറിപ്പ് തയ്യാറാക്കുക. ദ ഹൈറാർക്കി ബേസ്ഡ് ഓൺ കാസ്റ്റ് സിസ്റ്റം പ്രിവൈൽഡ് ഇൻ മിഡീവൽ പീരീഡ്. മധ്യകാലത്ത് ജാതി അടിസ്ഥാനമാക്കി ഉച്ചനീചത്വങ്ങൾ നിലനിന്നിരുന്നു. ദ ബ്രാഹ്മിൻസ് എൻജോയ്ഡ് എ ഹയർ സ്റ്റാറ്റസ്. ബ്രാഹ്മണന്മാരായിരുന്നു സമൂഹത്തിലെ ഉന്നത സ്ഥാനത്തുണ്ടായിരുന്നത്. ഇൻക്രീസ് ഇൻ ദ നമ്പർ ഓഫ് കാസ്റ്റേഴ്സ് വാസ് എ മേജർ ഫീച്ചർ ഓഫ് ദിസ് പീരീഡ്. ജാതികളുടെ എണ്ണത്തിലുണ്ടായ വർധനവ് അക്കാലത്തെ പ്രധാന സവിശേഷതയാണ്. ദ ന്യൂലി ഫോംഡ് ഒക്കുപേഷണൽ ഗ്രൂപ്പ്സ് ഗ്രാജുവലി ഇവോൾവ്ഡ് ആസ് കാസ്റ്റ്. പുതിയ തൊഴിൽക്കൂട്ടങ്ങൾ നിലവിൽ വന്നതോടെ ഒരു തൊഴിൽ ഏർപ്പെടുന്നവർ ഒരു പ്രത്യേക ജാതിയിൽ പരിണമിക്കുകയാണ് ഉണ്ടായത്. അടുത്തതായിട്ട് നമുക്ക് സൗത്ത് ഇന്ത്യയിലെ കാസ്റ്റ് സിസ്റ്റം നോക്കാം. ദ കാസ്റ്റ് സിസ്റ്റം ഇൻ സൗത്ത് ഇന്ത്യ വാസ് ബേസ്ഡ് ഓൺ ഒക്കുപേഷൻ. സൗത്ത് ഇന്ത്യയിലെയും ജാതി വ്യവസ്ഥ തൊഴിലിനെ അടിസ്ഥാനപ്പെടുത്തിയുള്ളതായിരുന്നു. Castes in South India were broadly divided into ഇടങ്കൈ ആൻഡ് വലങ്കൈ. ദക്ഷിണേന്ത്യയിലെ ജാതികളെ ഇടങ്കൈ വലങ്കൈ എന്നിങ്ങനെ രണ്ടായിട്ടാണ് ഡിവൈഡ് ചെയ്തിരുന്നത്. Those who engaged in trade and handicraft were known as ഇടങ്കൈ castes. കച്ചവടം, കൈത്തൊഴില് എന്നീ മേഖലകളിൽ പ്രവർത്തിച്ചിരുന്നവരെ ഇടങ്കൈ എന്ന ജാതിയിൽ അറിയപ്പെട്ടു. Those who engaged in agriculture sector were known as വലങ്കൈ castes. കാർഷിക മേഖലയിൽ പ്രവർത്തിച്ചിരുന്നവരെ വലങ്കൈ ജാതികൾ എന്നാണ് അറിയപ്പെട്ടത്. ഡിസ്കസ് ദ സോഷ്യൽ ലൈഫ് ഇൻ മിഡീവൽ ഇന്ത്യ ആൻഡ് പ്രിപ്പയർ എ നോട്ട്. മധ്യകാല ഇന്ത്യയിലെ സാമൂഹിക ജീവിതത്തെക്കുറിച്ചൊരു കുറിപ്പ് തയ്യാറാക്കാൻ. ദ ഹൈറാർക്കി ബേസ്ഡ് ഓൺ കാസ്റ്റ് സിസ്റ്റം പ്രിവൈൽഡ് ഇൻ മിഡീവൽ പീരീഡ് ടു. ദ ബ്രാഹ്മിൻസ് എൻജോയ്ഡ് എ ഹയർ സ്റ്റാറ്റസ്.
മധ്യകാലത്തും ജാതി അടിസ്ഥാനമാക്കി ഉച്ചനീചത്വങ്ങൾ നിലനിന്നിരുന്നു. സമൂഹത്തിലെ ഉന്നത സ്ഥാനം അനുഭവിച്ചിരുന്നത് ബ്രാഹ്മണന്മാരായിരുന്നു. ഇൻക്രീസ് ഇൻ ദ നമ്പർ ഓഫ് കാസ്റ്റസ് വാസ് എ മേജർ ഫീച്ചർ ഓഫ് ദിസ് പീരീഡ്. ദ ന്യൂലി ഫോംഡ് ഒക്കുപേഷണൽ ഗ്രൂപ്പ്സ് ഗ്രാജുവലി ഇവോൾവ്ഡ് ആസ് കാസ്റ്റസ്. ജാതിയുടെ എണ്ണത്തിലുണ്ടായ വർധനവ് അക്കാലത്തെ പ്രധാനപ്പെട്ട സവിശേഷതകളിൽ ഒന്നാണ്. പുതിയ തൊഴിൽ കൂട്ടങ്ങൾ നിലവിൽ വന്നതോടെ ഒരു തൊഴിൽ ഏർപ്പെടുന്നവർ ഒരു പ്രത്യേക ജാതിയായി പരിണമിക്കുകയാണ് ഉണ്ടായത്. Similar to that in North India, the caste system in South India too was based on occupation. ഇപ്പം നോർത്ത് ഇന്ത്യയിലെ പോലെ തന്നെ സൗത്ത് ഇന്ത്യയിലും തൊഴിലിനെ അടിസ്ഥാനമാക്കിയാണ് ജാതി വിഭജനം നിലനിന്നിരുന്നത്. The castes in South India were broadly divided into ഇടങ്കൈ ആൻഡ് വലങ്കൈ. സൗത്ത് ഇന്ത്യയിലെ ജാതി ഇടങ്കൈ വലങ്കൈ എന്നിങ്ങനെയാണ് വിഭജിച്ചിരുന്നത്. Even though India attained considerable economic progress during the medieval period, only a minor section of society benefited from this progress. Medieval കാലഘട്ടത്തിൽ ഇന്ത്യക്ക് മികച്ച സാമ്പത്തിക വളർച്ച കൈവരിച്ചു എങ്കിലും ഈ സാമ്പത്തിക പുരോഗതി ഒരു ചെറിയ വിഭാഗം മാത്രമേ അനുഭവിച്ചിരുന്നുള്ളൂ. മെജോറിറ്റി വെയർ അഫക്റ്റഡ് ബൈ പോവർട്ടി. ഭൂരിപക്ഷം ജനങ്ങളും ദാരിദ്ര്യത്തിലായിരുന്നു ജീവിച്ചിരുന്നത്. ദി കാസ്റ്റ് സിസ്റ്റം ആൻഡ് സ്ലേവറി ഇന്റൻസിഫൈഡ് ദ ഇൻഇക്വാലിറ്റീസ്. മിഡീവൽ ഇന്ത്യയിൽ നിലനിന്നിരുന്ന കാസ്റ്റ് സിസ്റ്റവും സ്ലേവറിയുമാണ് ഈ അസമത്വത്തെ കൂടുതൽ തീവ്രമാക്കിയത്. ഇത്രയാണ് നമ്മുടെ ചാപ്റ്റർ. അപ്പോൾ ഈ ചാപ്റ്ററിനെ നമുക്കൊരു കോൺസെപ്റ്റ് മാപ്പിലൂടെ റെപ്രസെന്റ് ചെയ്തിട്ടുണ്ട്. സൊസൈറ്റി ആൻഡ് എക്കണോമി ഇൻ മിഡീവൽ ഇന്ത്യ. സമ്പത്തും സമൂഹവും മധ്യകാല ഇന്ത്യയിൽ. അപ്പോൾ ഇതിനെ നമ്മൾ രണ്ടായിട്ട് ഡിവൈഡ് ചെയ്തു. എക്കണോമിക് സിസ്റ്റം, സൊസൈറ്റി. ഇപ്പം എക്കണോമിക് സിസ്റ്റത്തിൽ എന്തൊക്കെയാണ് വരുന്നത്? അഗ്രികൾച്ചറൽ പ്രോഗ്രസ്, ഹാൻഡി വർക്ക് ആൻഡ് ഹാൻഡിക്രാഫ്റ്റ്, ട്രേഡ് ആൻഡ് കൊമേഴ്സ്, കോയിനേജ്, സിറ്റീസ്. സൊസൈറ്റിയിലോ സ്റ്റാറ്റസ് ഓഫ് വുമൺ ആൻഡ് കാസ്റ്റ് സിസ്റ്റം. അപ്പോൾ ഇത്രയാണ് നമ്മുടെ ഈ ചാപ്റ്റർ. എല്ലാവർക്കും ക്ലാസ് നന്നായിട്ട് മനസ്സിലായി കാണുമെന്ന് വിചാരിക്കുന്നു. അപ്പോൾ വീഡിയോ ഇച്ചിരി ലെങ്തി ആയതുകൊണ്ട് നമ്മൾ അടുത്ത പാർട്ടിൽ ഇതിൻ്റെ ലെറ്റേഴ്സ് എസ്എസ് ക്വസ്റ്റ്യൻ ആൻസേഴ്സ് ചെയ്യുന്നതായിരിക്കും. വീഡിയോ ഇഷ്ടമായെങ്കിൽ ഒന്ന് ലൈക്ക് ചെയ്യുക, ചാനൽ കൂടി ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യുക. താങ്ക് യു ഫോർ വാച്ചിങ്.